ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞപ്പനി തുള്ളി തുള്ളി എങ്ങോട്ടാ പോണേന്ന് അവൻ തന്നെ പറയും. നിക്കടാ അവിടെ നിക്കടാ. ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ പോവാണ്. ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ ഗൈസ് നമ്മൾ ബൈക്ക് സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് വാങ്ങിക്കാൻ പോവാണ് ഗൈസ്. അതെ, എവിടെ കൊടുത്തേക്കണം എന്ന് പറ. കുണ്ടന്നൂർ കൊടുത്തേക്കാണ് ബൈക്ക്. നമ്മുടെ പുതിയ ബൈക്ക് വാങ്ങിച്ചിട്ട് ഇപ്പൊ കറക്റ്റ് എത്ര ദിവസമായിട്ടേ? അങ്ങനെയല്ല, ഒരു മാസം അല്ലേ? ഒരു മാസം ആകുമ്പോൾ അപ്പോഴാണ് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്ക് കൊണ്ട് കൊടുത്താണ്. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയില്ല കേട്ടാ. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബസ്സിൽ കയറിയാണ് പോകുന്നത്. വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ബസ്സിന് പോവാണ് ഗൈസ്. നമ്മൾ കുറേ നാളായല്ലേ ഇതുപോലെ റോട്ടിൽ കൂടി നടന്നു പോയിട്ട്. അതായത് ഒന്നെങ്കിൽ ബൈക്കിന്റെ പുറത്ത് അല്ലെങ്കിൽ കാറിന്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കും. അതാണ് എനിക്ക് ഇത്ര സന്തോഷം. കുഞ്ഞപ്പന് നാളെ കൂടി എക്സാം ഉണ്ട്. നാളെ കളറിംഗ് ആണ്. നാളെ കളറിങ്ങിന്റെ എക്സാം. അപ്പൊ ഇന്നൊന്നും പഠിക്കാനില്ല, കളറിംഗ് അല്ലേ. അപ്പൊ ഇന്നത്തോടുകൂടി ശരിക്കും എക്സാം എല്ലാം കഴിഞ്ഞ് ഇത് ചടങ്ങാണ് ഗൈസ്. ചടങ്ങ് എന്താണ്? ഫോണ് പിടിക്കാനാ? ചേട്ടൻ പറയണ ഹെൽമെറ്റ് തലയിൽ വെക്കാം. പിന്നെ ബസ്സിൽ പോകുമ്പോഴല്ലേ ഹെൽമെറ്റ് തലയിൽ വെക്കണം. ഞാനും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്, ചേട്ടനും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിൽ ഹെൽമെറ്റ് വേണ്ടേ? ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിനാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് ബൈക്കിനല്ലേ വരേണ്ടത്. അപ്പൊ രണ്ടുപേരും എടുത്തിട്ടുണ്ട്. കുഞ്ഞപ്പൻ അവരുമായിട്ട് കൂട്ടായി. എന്താണ് ചേട്ടന്മാരുമായിട്ട് വർത്താനം പറയണ? പേര് ചോദിച്ചാണാ? ശരിക്കും പേര് അഹാൻ എന്നാണ് കുഞ്ഞപ്പൻ്റെ. അഹാൻ, അതാണ് ശരിക്കുള്ള പേര്. അതാർക്കും അറിയത്തില്ല. സ്കൂള് വിട്ട ടൈമാണ് ഗൈസ്. ഒരുപാട് പിള്ളേരുണ്ട്. അവൻ ആരൊക്കെയോ ടാറ്റ കാണിക്കുക. പോസ്റ്റ് അതെ ബസ് ഒന്ന് പോസ്റ്റ്. ഈ ബസ് കയറാവാച്ചേ എന്നാലാ? അയ്യോ, ഞങ്ങള് വേറെ സ്ഥലത്തായി പോയേ. എടാ അച്ഛനെ വിളിക്കേ. വാ ഇവിടെ ഇരിക്കാം. മടിയിലിരുത്താം, അവനെ മടിയിലിരുത്താം. അത് കുഴപ്പമില്ല ചേ. വേറെ സീറ്റ് കുഞ്ഞു സീറ്റായി പോയല്ല. കുഞ്ഞപ്പിന് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഈ വിൻഡോ സീറ്റിലിരുന്ന് ഞാൻ അവനെ മടിയിലിരുത്തി. നിങ്ങൾക്ക് കേൾക്കാമോ? ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചോടെ. ടിക്കറ്റ് എടുത്തു ഗൈസ്. ഇവിടെ ക്രോസ് അട കിട്ടി കേട്ടാ. എടാ ട്രെയിൻ ഇടാൻ കുഞ്ഞപ്പാ. ട്രെയിൻ ഗയവേ കമ്മകി. അയ്യോ അത് റെയിൻ ആണല്ലേ. സോറി. അത് ഞാൻ ട്രെയിൻ കണ്ടൊരു ആവേശത്തിൽ പറഞ്ഞാണ്. ട്രെയിൻ അല്ല റെയിൻ ആണ് കേട്ടോ കുഞ്ഞപ്പാ. ചക്കര മുത്താണ് കൈതാഴ്. പിന്നെ ഇവിടെ ഒറ്റ മനുഷ്യൻ ഞാൻ ഈ ബസ്സിലുണ്ടെന്ന് അറിയണ പോലും. ഞങ്ങളൊരു കമ്പിയുടെ ഇടക്കൂടിയാണ് ഗൈസ് ഈ വീഡിയോ എടുക്കുന്നത്. കമ്പി ഇതേ വീഡിയോയിൽ കാണാൻ കണ്ട. എന്റെ മുടിയിഴകൾ പാറുന്നത് ഭയങ്കര കുണ്ടും കുഴിയാണ് ഗൈസ്. പിള്ളേർ ഓടി വന്നിട്ട് കയറ്റില്ല. പിള്ളേര് വെറുതെ അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരും. പിള്ളേർ കഷ്ടപ്പെട്ട് ഇവിടം വരെ ഓടി വരുമ്പോൾ ചിലപ്പോൾ കയറ്റത്തില്ല. പാവം കുഞ്ഞപ്പൻ ഉറങ്ങിപ്പോയി. ചേടാ, സ്കൂളിൽ പോകാൻ വേണ്ടി രാവിലെ എണീറ്റല്ല. അപ്പം ഈ സമയത്ത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഈ സമയത്ത് കിടന്ന് ഉറങ്ങിയല്ലേ അച്ഛൻ? ഇന്നലെയും മിനിഞ്ഞാന്നും ഈ സമയത്ത് ഈ ഒരു വൈകുന്നേരം ആയപ്പോൾ അവൻ കിടന്ന് ഉറങ്ങിയിട്ട് രാത്രിയാണ് ഇരുന്ന് പഠിച്ചത് കേട്ടോ. അപ്പോൾ നാളെ തൊട്ടിട്ട് പഠിക്കേണ്ട കാര്യമില്ല. എക്സാം ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ സർവീസ് സെൻ്ററിലേക്ക് നടന്നുകൊണ്ടിരിക്കണം. കുറച്ചധികം നടക്കാനുണ്ട്. ഞങ്ങൾ കുണ്ടന്നൂർ എത്തി ഗൈസ്. കുഞ്ഞപ്പൻ്റെ ഉറക്കവും മാറി. അവൻ എണീറ്റ് നല്ല ഉഷാറായിട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് നടക്കാനുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ. ചേട്ടനാണെങ്കിൽ എടി ഇവിടെ കയറണുണ്ടാന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കാണേ. പോർഷയുടെ ഷോറൂമേ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ കയറാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി കാറൊക്കെയല്ലേ അവിടെ കിടക്കുന്നത്. അപ്പോൾ അവൻ അതൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാൻ കയറ്റാഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിലെത്തി. അവിടെയായിരുന്നു സർവീസിന് കൊടുത്തിരുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ ചെസ്സൊക്കെ ഉണ്ട്. ചെസ്സൊക്കെ കളിക്കാവേ. കുഞ്ഞപ്പനും അവരുടെ കൂടെ പോയി നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു പുതിയ ബൈക്ക് അന്ന് ഡെലിവറി ഉണ്ട്. ഒരു ബൈക്കല്ല, പല ബൈക്കും ഓരോരുത്തരും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ ചേട്ടൻ അവിടെ പേയ്മെൻ്റ് ഒക്കെ അടച്ച് അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ അതേ ബൈക്ക് പോലത്തെ തന്നെ വേറെ ബൈക്ക്. പക്ഷെ കളർ വേറെയാണേ. സത്യം പറഞ്ഞാൽ ഈ കളറുള്ള ബൈക്കാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. പക്ഷെ അത് കിട്ടാൻ കുറച്ച് ഡിലേ ആകും, താമസം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ കളറുള്ള ബൈക്ക് എടുത്തത്. ഇത് അവിടെ വേറെ 2 ബൈക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്ക് എന്തൊരു ഹൈറ്റ്
ഹൈറ്റ് ആണല്ലേ. ശരിക്കും ആ ഫ്രണ്ടും ബാക്ക് സൈഡും മാത്രമേ ഹൈറ്റ് ഉള്ളൂ കേട്ടോ. ആ നടുക്ക് ഭാഗത്ത് നമ്മുടെ ബൈക്ക് പോലെയൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു കളറല്ലേ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഈ ബൈക്കും നമ്മുടെ ബൈക്കും കൂടി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കാണാൻ ഭംഗി നമ്മുടെ ബൈക്ക് തന്നെയാണ്. അതിൻ്റെ ആ കളർ തന്നെയാണ്. രണ്ടും മോഡൽ സെയിം തന്നെ, സെയിം ബൈക്ക് തന്നെ, കളർ വേറെ. അപ്പം നമ്മുടെ ബൈക്കിൻ്റെ കളർ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ അവിടെ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അപ്പുറത്തെ വഴി പുറകു വശം വഴി ഇങ്ങനെ സ്ലോ മോഷനിൽ കറങ്ങിയാണ് കേട്ടോ ബൈക്ക് വന്നത്. അപ്പം മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല, ബൈക്കിൽ പൂച്ച മാന്തിയിട്ട് ആപ്പതേ അവരവിടെ സന്തോഷത്തോടു കൂടി പുതിയ ബൈക്ക് ഡെലിവറി എടുക്കാൻ വന്നല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കൺകുളിർക്കെ നിന്ന് കാണുമായിരുന്നേ. അപ്പോൾ ഫോറമാൾ കാണിച്ചിട്ട് ഞാൻ ചേട്ടനോടാണെങ്കിൽ ഇതേ ഫോറമാൾ ഗിഫ്റ്റ് ബോക്സ് പൊതിഞ്ഞ് വെച്ചേക്കുന്ന പോലെയൊക്കെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം അച്ചേ ഫോറമാൾ അവിടെ കൊണ്ടുപോകുന്നു. കുഞ്ഞപ്പനാണെങ്കിൽ കുറേ നേരമായി അച്ചേ ഫോറമാൾ കയറ്റോ, ഫോറമാളിൽ കൂടി പോയാലോ, കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, ഇനി പോകണ്ടെന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഞങ്ങളാരാ മക്കള്, ഞങ്ങൾ വേറൊരു അടവിറക്കി, ഞങ്ങൾ ലുലുവിൽ കൊണ്ടുപോയാൽ മതിയെങ്കിൽ, പുറത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ലുലുവിൽ കൊണ്ടുപോകാൻ പറഞ്ഞേ. അപ്പോൾ അതേ നമ്മുടെ ബൈക്ക് വന്ന്, നമ്മുടെ ബൈക്ക് ഇതാണ്, ഒരു ബ്ലാക്കും യെല്ലോയും കൂടിയുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ പുതിയ സീറ്റ് കവർ ഇട്ടു, അതാണ് ഞാൻ മോഡിഫിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത്. അതും ഒരു മോഡിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ സീറ്റ് കവർ ഇട്ടു. പിന്നെ വേറെ എന്തോ പണി കൂടി ചെയ്തിട്ടുണ്ട്, അതെന്താന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, ഈ ഒരു കൊടക്കമ്പിയാണ് ഞാൻ പറഞ്ഞത്. ഫോറമാളിന്റെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ കൊടയുടെ കമ്പി പോലെ വെച്ചേക്കണം കണ്ടില്ലേ. പിന്നെ എന്തോ ഒരു ഗിഫ്റ്റ് ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ സെന്ററിൽ ആ ഫോറമാളിൽ ഒരു ഗിഫ്റ്റ് പൊതിഞ്ഞ് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫോറമാളിൽ കയറിയില്ല, കാരണം കഴിഞ്ഞ ദിവസം പോയതല്ലേ. അപ്പോൾ ബൈക്ക് വാങ്ങിച്ചിട്ട് ഇതുവരെ ലുലുവിൽ പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ലുലുവിൽ കൊണ്ടുപോച്ചേ, എന്താണെങ്കിലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ ലുലുവിലോട്ട് പോയി. ലുലുവിൽ ചെന്നപ്പോൾ തന്നെ എൻ്റെ പൊന്നെ, അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്താ ഗംഭീരമായ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാരുടെ തിരക്കാണ്, ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കാം. പിന്നെ 19-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഈ മാസം ക്രിസ്മസ് കഴിഞ്ഞിട്ട് 28-ാം തീയതി വരെ ഉണ്ട് വിന്റർ പ്ലേ ഗ്രൗണ്ട് എന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിള്ളേർക്ക് കളിക്കാനുള്ള എന്തോ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമ്മൾ നേരത്തെ ആയിപ്പോയല്ലോ വന്നത്, 19-ാം തീയതി തൊട്ടുണ്ട് ആ പരിപാടി. അപ്പം നിങ്ങൾക്ക് കുട്ടികളായിട്ട് പോകാനുള്ളവർക്ക് പോകണം കേട്ടോ. അപ്പൊ അകത്തേക്ക് കയറിയപ്പോ എന്റെ പൊന്നെ, കുഞ്ഞപ്പന്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാവരും നിറഞ്ഞു നിൽപ്പുണ്ട് ഈ ഒരു ഷോപ്പില്. അതിൻ്റെ അത് കുറച്ച് പേരെ മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ ധൃതി പിടിച്ച് അതിൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് അവിടെ വെച്ച് എനിക്ക് ഫുൾ വെള്ളി വീഴുമായിരുന്നേ. ഈ സൂപ്പർമാനെ കണ്ടിട്ട് ഞാൻ സ്പൈഡർമാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. മൊത്തത്തിൽ എനിക്ക് പേര് പറഞ്ഞപ്പോൾ എല്ലാം തെറ്റിപ്പോയി. കുഞ്ഞപ്പൻ അവിടെ നിന്ന് എല്ലാ പേരും കറക്റ്റായിട്ട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഇത് കാണിച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുക, ഫോണൊക്കെ വെക്കാമെന്ന് ആ ചേട്ടൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം പ്രൈസുള്ള സാധനങ്ങളാണ് അതെല്ലാം. അപ്പോൾ ചെറിയൊരു ഓഫർ ഉണ്ട് എല്ലാത്തിനുമേ. തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങിക്കാണ്ട് പോയേ. കുഞ്ഞപ്പനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള പെറ്റ് ഷോപ്പിലേക്ക് ഓടി കയറി കേട്ടോ. അവിടെ ഇതിന് മുമ്പ് വരുമ്പോഴും അവൻ അതിൻ്റെ അകത്ത് കയറിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. കുറേ മീനുകളുണ്ട്, കളർ മീൻ അക്വേറിയത്തിലിടാൻ പറ്റിയ ഒരുപാട് മീനുണ്ട്. ഇതിൻ്റെ പേരെന്താ, തത്തമ്മ തന്നെയല്ലേ, എന്താണെന്ന് അറിയാമോ. ഇതിന് മുമ്പ് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ട് തെറ്റിപ്പോയത് ഈ ആളുടെ പേരാണേ. ഞാനിത് കുഞ്ഞെല്ലി എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് കുഞ്ഞെല്ലി അല്ല, അതിന് വേറൊരു പേരുണ്ട്, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. അങ്ങനെ തത്തമ്മ എന്ന്, പച്ച തത്തമ്മ, അതിനൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വായിട്ട് നോക്കി നിന്ന്, എന്നിട്ട് നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറിപ്പോയി. അകത്ത് കയറിയപ്പോൾ മുകളിലെ ഡെക്കറേഷനൊക്കെ നോക്കിക്കേ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ചെന്നിട്ട് അതിൻ്റെയൊക്കെ വില നോക്കി എൻ്റെ പൊന്നെ എന്നും പറഞ്ഞ് അവിടെ നിന്നൊക്കെ ഇറങ്ങി പോന്നു. അത് കഴിഞ്ഞതേ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊന്നും പറയണ്ട. അവിടെ പിന്നെ എല്ലാ സാധാരണക്കാർക്കും എടുക്കാൻ പറ്റുന്ന സാധനങ്ങളും ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വന്ന് വാങ്ങിച്ചിട്ട് പോയി. 2499 രൂപയുടെ ഒരു മാൻകുട്ടീനെ നോക്കി. ഇത് മാനാണോ അതോ ചെമ്മരിയാടാണോ എന്ത് വേണം ഇതിനെ പറയാൻ. ഒരു പച്ച കളറിലേ ഉണ്ട്, ഒരു വൈറ്റ് കളറിലേ ഉണ്ട്. കുഞ്ഞപ്പനാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ പോയിട്ട് ഞാൻ ഒരു വിധത്തിൽ അത് വാങ്ങിച്ച് വെച്ചതാണേ. അപ്പോൾ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ട്രീസ് ഒരു രക്ഷയില്ല. നമ്മുടെ ഫോറം മാളിലുള്ളതിനേക്കാളും ഒരു 2-3-4 ഇരട്ടി ട്രീസ് ഉണ്ട് ഈ ലുലുവിൽ കേട്ടോ. ഞാനാണെങ്കിൽ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രം, ഇത് പത്തിരി ഉണ്ടാക്കുന്ന തവയാണ് കേട്ടോ. പത്തിരി ഞാൻ ദോശക്കല്ല് നോക്കി നടക്കുകയായിരുന്നു. ഇതും ദോശക്കല്ലായിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നണല്ലേ. പിന്നെ അടുത്ത് വേണ്ട, ഒന്നാമതെ ബൈക്കിലല്ലേ വന്നേക്കണത്. ഇതൊക്കെ വാങ്ങിച്ചാൽ ഇത് എങ്ങനെ പിടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. ചേട്ടനാണെങ്കിൽ വൈൻ ഗ്ലാസ് ഒക്കെ സൂം ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, എടി ഇതൊരെണ്ണം വാങ്ങിച്ചാലോ. നമ്മൾ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കപ്പ് കണ്ടില്ലേ, അതിന് 149 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓഫർ ആയിരുന്നു കേട്ടോ. അടിപൊളി സൂപ്പർ കപ്പായിരുന്നേ. ആ ഓഫറിൽ പ്രൈസിൽ അത് അടിപൊളിയായിരുന്നു. കുറേ ഉണ്ടായിരുന്നു ആ കപ്പ്. അപ്പോൾ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇടാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര തിരക്കായി പോയി. വൈൻ ഉണ്ടാക്കിയ അതിൻ്റെ മേക്കിംഗ് ഒന്നും എനിക്ക് ഷോർട്സ് ആയിട്ട് പോലും ഇടാൻ പറ്റിയില്ല.
അത് കഴിഞ്ഞതേ ഹൈപ്പറിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് അവിൽ മിൽക്ക്. നമ്മുടെ ആ ഒരു ജ്യൂസിൻ്റെ സെക്ഷനില്ലേ, മൊഹബത് കാ സർബത്ത്, പിന്നെ മാംഗോ, പിന്നെ കുറേ ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഇത് കാണുന്നത്, ഈ അവിൽ മിൽക്ക് കാണുന്നത്. അപ്പോൾ 50 രൂപയാണ് അതിനൊരെണ്ണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ അവിൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് നോക്കിക്കേ, പ്ലീസ് ഡോണ്ട് ടച്ച് മീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി മറ്റേ ചിറകൊക്കെ ഉള്ള ഒരു വലിയ കേക്ക്. പിന്നെ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞു കുഞ്ഞപ്പോൾ മധുരമുള്ള ഒരു സാധനം നീ എടുക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഫോറം മാളിൽ പോയിട്ട് അറിയാമല്ലോ, മറ്റേ എന്തെന്നായിരുന്നു പേസ്ട്രി എടുത്തിട്ട് അത് തിന്ന് തീർക്കാൻ പറ്റിയില്ല, അച്ഛനും മകനും മുങ്ങിക്കളഞ്ഞു. പിന്നെ അതും വെച്ചുകൊണ്ട് ഞാനാണ് ഇരുന്ന് ഒരു വിധത്തിൽ തിന്ന് തീർത്തത്. നോക്കി, ക്രിസ്മസ് ട്രീയുടെ കേക്ക്, പിന്നെ സ്ട്രോബെറി സാൻഡാസ്, ഇത് എന്തെന്നാലും എൻ്റെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ, അതാണ് ജിഞ്ചർ ബ്രെഡ് ഹോം, അങ്ങനെ എന്തോ. എൻ്റെ പൊന്നെ ക്രിസ്മസ് ആയിട്ട് അനുബന്ധിച്ച് ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രിസ്മസ് ട്രീയുടെ കപ്പ് കേക്കൊക്കെ തീർന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെന്താ, നമ്മൾ ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് വാങ്ങിച്ചില്ലെങ്കിലും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല. കുഞ്ഞപ്പനാണെങ്കിൽ തിരിച്ചു പോകാൻ നേരത്ത് ഇരുന്നുറങ്ങും. അപ്പോൾ ഈ മൊഹബത് കാ സർബത്ത് പണ്ടോട്ടേ നമ്മൾ വാങ്ങിക്കാനാണ്, അത് വാങ്ങിച്ചായിരുന്നു. ഇപ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് മുമ്പൊക്കെ കഴിച്ചപ്പോൾ വെറുതെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളിതേ അവിൽ മിൽക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. 50 രൂപയ്ക്ക് നല്ലതാണ് ഗൈസ്. 50 രൂപയ്ക്കുള്ള ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഞാൻ പുറത്തുനിന്ന് കുടിച്ചായിരുന്നു, ഒരു വഴിയിൽ ഒരു ചേട്ടൻ വിൽക്കുന്നത്. അത് ഇതിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പക്ഷെ അതിന് 50 രൂപ അല്ലായിരുന്നെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് ഓർക്കണില്ല, അത് കുറേ നാൾ മുമ്പാണ്. ആ ഒരു ടേസ്റ്റ് ഇതിനില്ല. പക്ഷെ അത് ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ വയറ് നിറഞ്ഞു പോകും കേട്ടോ, ഈ ഒരു 50 രൂപയുടെ ഈ അവിൽ മിൽക്ക്. അങ്ങനെ കുഞ്ഞപ്പൻ ചിക്കൻ ലോലിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ ചിക്കൻ ലോലിപോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവനെ. പക്ഷേ ഈ ചിക്കൻ ലോലിപോപ്പിന് ഞാൻ വിചാരിച്ച പോലത്തെ ടേസ്റ്റ് ഇല്ല. പിന്നെ ഇത് ഒരു ബ്രെഡ് പൊരി, അമ്മ എനിക്കൊരു ബ്രെഡ് പൊരി വാങ്ങിച്ചേക്കെന്ന് പറഞ്ഞിട്ട് ബ്രെഡ് പൊരി തണുത്ത് ഭയങ്കരമായിട്ട് തണുത്തിരിക്കുകയായിരുന്നു. എന്നാലും ഇച്ചിരി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കടിച്ച് തിന്നു. ബർഗറിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ബർഗർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടനാണ് പറഞ്ഞത്, ഇടി ആദ്യം ഈ അവിൽ മിൽക്ക് ഒന്ന് കുടിച്ച് തീർക്ക്, അത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് വയറുണ്ടായില്ലേ, ഇനി വല്ലതും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാമെന്ന്. ശരിയാണ്, ആ അവിൽ മിൽക്ക് കുടിച്ചപ്പോൾ എൻ്റെ വിശപ്പ് മാറി. കുഞ്ഞപ്പനാണെങ്കിൽ ചെന്നപ്പോൾ തൊട്ട് ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 260 270 എത്രയോ രൂപയാണ് 1 മണിക്കൂറത്തേക്ക് ഇവിടെ കളിക്കാനേ. അപ്പോൾ അവർ നോക്കിക്കോളും, അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ പേരും കാര്യങ്ങളും കൊച്ചിൻ്റെ പേരും നമ്മുടെ ഫോൺ നമ്പരും ഒക്കെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ അവനെ അവിടെ ആക്കിയിട്ട് മുകളിൽ ഞങ്ങൾ മോളിൽ ചെന്ന് നിന്ന് ഞാൻ കുഞ്ഞപ്പൻ കളിക്കുന്ന ആ സ്ഥലം മോളിൽ നിന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ അവരവിടെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവൻ നല്ലതായിട്ട് 1 മണിക്കൂർ കുഞ്ഞപ്പൻ തകർത്തവിടെ. അപ്പോൾ അവനാണെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ ഈ ഓഫറുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ഓരോന്നും നോക്കാനും പിടിക്കാനും ഒന്നും ക്ഷമയില്ല. കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ഇതൊന്നും, അവർക്ക് ടോയ്സൊക്കെ അല്ലേ ഇഷ്ടം, കളിക്കാനല്ലേ. അപ്പോൾ അവൻ അവിടെ ആക്കി കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായേ. അത് കഴിഞ്ഞ് കുറേ ചീപ്പൊക്കെ ഓഫറിലുണ്ടായിരുന്നു. കുറേ ഉടുപ്പ്, കുട്ടികളുടെ ക്രിസ്മസ് ഡ്രസ്സാണ് കൂടുതലും, എല്ലാം അതാണ്, അതിനൊന്നും ഓഫർ. പക്ഷെ കഴിഞ്ഞ ദിവസം ഫോറം മാളിൽ പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ആ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞില്ലേ, അവിടെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ 50%, 70% ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിലെ അവിടെ നിന്ന് എടുത്ത ടോപ്പാണ്, അവിടെ നിന്ന് എടുത്ത എന്താ പറയുക ക്രോപ്പ് ടോപ്പാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഫോറം മാളിലെ ക്രോപ്പ് ടോപ്പ് ഇട്ട് ലുലുമാളി വന്നാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ അല്ലേ. പിന്നെ ഞാൻ വെപ്പുമുടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എൻ്റെ മുടിക്ക് ഒരു ലെങ്ത് ഉണ്ട്, പണ്ട് തൊട്ടേ എൻ്റെ മുടിക്ക് എനിക്ക് ഇപ്പോൾ ഉള്ള ലെങ്ത്തേ ഉള്ളൂ. അതിൽ കൂടുതൽ എൻ്റെ മുടി വളരത്തേ ഇല്ല, ചുരുണ്ട് കയറും. അപ്പോൾ ഇതുപോലെ ലോങ് ഹെയർ ഉണ്ടെങ്കിൽ എന്നെ കാണാൻ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ഒരു കൊതി. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഈ കീ ചെയിൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ വില നോക്കിയിട്ട് അവിടെ തന്നെ തിരിച്ചു വെച്ച്. ലുലുമാളെ രാവിലെ നമ്മൾ പോകണം, രാവിലെ പോയാലല്ലേ രാത്രി ആകുമ്പോഴെങ്കിലും ഇത് മൊത്തം കണ്ട് തീർക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ചുറ്റി നടന്ന് തീർക്കാൻ പറ്റില്ല, അത്രയും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് ട്രീസ് മാത്രമായിട്ട് വേറെ ഹൈപ്പർ മാർക്കറ്റിൽ കൂടാതെ ക്രിസ്മസ് ട്രീസിന് മാത്രം ലുലുവിൽ വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ തന്നെ ഞങ്ങൾ ചെന്നു. കുഞ്ഞപ്പനെ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു. ഞാൻ ഓർത്തു അമ്മയെ കുറച്ചു നേരം കൂടി കളിക്കട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുവാന്ന്. പക്ഷെ 1 മണിക്കൂർ കൊണ്ട് അത്രയും അവിടെ കളിച്ച് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പിന്നെ അധികം നേരം നിന്നില്ല, ഭയങ്കര ടയേർഡായിപ്പോയേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.